റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും നൂൽപ്പുഴ റോഡ് ഏകദേശം 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന റിസോർട്ടിലെത്താൻ സാധിക്കും. ഏകദേശം 40 മെമ്പേഴ്സിന് വരെ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനാണ് ഇവിടെ പ്രധാനമായിട്ടും അവർ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേ ഏത് ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീ ഹട്ടുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ പ്രീമിയം, പിന്നൊന്ന് വരുന്നത് ഹെറിറ്റേജ് ടൈപ്പ്. ഈ 3 ടൈപ്പ് കാറ്റഗറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിലാണ്. ഈ ഫ്രണ്ട് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ID പ്രൂഫും അതേപോലെ തന്നെ ബാലൻസ് പേയ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് റൂമിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ലഗേജോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ബെൽബോയ് അവൈലബിൾ ആണ്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓഫീസിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടേബിൾ ടെന്നീസും അതേപോലെ തന്നെ ആർച്ചറി, പിന്നെ ഈ ഭാഗത്തായിട്ട് ക്യാരം ബോർഡും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗത്തായിട്ട് വലിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഏരിയയിൽ എല്ലാവർക്കും വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെയുള്ള മറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു റിസോർട്ട് വിസിറ്റ് ചെയ്യുന്നു, അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു. എല്ലാം നമുക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ആ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ എടുക്കുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഓരോ കാറ്റഗറി റൂംസും കാണാം. നമുക്ക് ആദ്യം ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഏകദേശം 16 പേർക്ക് വരെ അറ്റ് എ ടൈം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റീസാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് അവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ മറ്റേതെങ്കിലും ഫുഡ്, ഡിന്നറോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 ഹവേഴ്സ് മുമ്പേ അവർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ, വിത്ത് എക്സ്ട്രാ പേയ്മെൻറ്റാണ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ റൂമിൽ ഫുഡൊന്നും സെർവ് ചെയ്യുന്നില്ല, ഈ ഒരു ഏരിയയിൽ മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരുടെയും അതേപോലെ തന്നെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യം റൂമിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിലൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അതേപോലെ വളരെ കാമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചാമ്പക്ക മരമൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ബിവെയർ ഓഫ് മങ്കീസ്. മങ്കീസിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റൂമിൽ തന്നെ ശരിക്കും സൂക്ഷിച്ച് വെക്കാം. പൂളിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ക്യാമ്പ് ഫയറിനുള്ളൊരു ഫെസിലിറ്റീസ് അവർ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റും. ഏകദേശം 40 പേർക്കോളം ചുറ്റും ഇരുന്ന് ഈ ഒരു ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യാനുള്ളൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സിങ്ങൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് തന്നെയാണ് അവർ ബാർബിക്യൂനുള്ള ഫെസിലിറ്റീസും കൊടുത്തിട്ടുള്ളത്. ബാർബിക്യൂ ഒക്കെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ക്യാമ്പ് ഫയറൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ക്യാമ്പ് ഫയർ ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് അവർ പൂളും കൂടെ കൊടുത്തിട്ടുള്ളത്. പൂളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പൂളാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും. ആവശ്യത്തിന് വലുപ്പമുള്ളൊരു പൂളാണ്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പൂളും കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും റിപ്പീറ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്, പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊന്ന് ബാത്തിങ് കഴിഞ്ഞ ശേഷം മാത്രം പൂളിലേക്ക് ഇറങ്ങാം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫാമിലീസൊക്കെ വരുവാണെങ്കിൽ ഒരു ബാത്തിങ് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ പൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കോട്ടൺ ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കളറൊക്കെ ഇളകി കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. പൂളിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. അതായത് ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ ചെയർ ഇടാനും അതേപോലെ തന്നെ ചുറ്റിരുന്ന് സംസാരിക്കാനുള്ളൊരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ്, ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ താഴോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല തണുത്ത കാറ്റും എപ്പോഴും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മൊത്തത്തിൽ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രീയുടെ നടുവിലായിട്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജിലൂടെ വേണം താഴെ കൊടുത്തിരിക്കുന്ന കോട്ടേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ളൊരു ചെറിയ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിലേക്കൊക്കെ ഈ ഒരു പാത്ത് വഴി നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം റീൽസൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ അത് ഷൂട്ടൊക്കെ ചെയ്ത് നിൽക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു റിസോർട്ട് വളരെ നല്ല ഒരു ഏരിയ ആയിരിക്കും. അത്രയും നല്ല ഫ്രെയിമുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്ന സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. ആക്ച്വലി ഒരു പ്ലാവാണ്.
പ്ലാവ് വെട്ടി കളയാതെ അതിന് ചുറ്റും ഫ്രെയിം ഇട്ടിട്ടാണ് അവർ ഈ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോഴും ഒരു അടിപൊളി തണലൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ കപ്പിൾസിൻ്റെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. നല്ലൊരു കാമായിട്ടുള്ളൊരു ഏരിയ. ഇനി ഇപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മളിവിടുത്തെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുക, ഒന്നും കൂടെ വാച്ച് ചെയ്യുക, കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ബുക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകാം. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഓരോ കാറ്റഗറിയിലും പെട്ട റൂമുകളാണ്. നമുക്കിനി എന്ത് ചെയ്യാം, ആ വീഡിയോയിലേക്ക് പോകാം.